ലാലിഗയിലെയും പ്രീമിയർ ലീഗിലെയും ടേബിൾ ടോപ്പേഴ്സിന് അടിതെറ്റിയിരിക്കുന്നു. കളിവമ്പന്മാരായ പലർക്കും സമനില കുരുക്ക്. എംബാപ്പയും ഹാളണ്ടും ഗോളടി തുടർന്നുകൊണ്ടിരിക്കുന്നു. യമാൽ മൈതാനത്ത് വീണ്ടും വീണ്ടും കവിത രചിക്കുന്നു. അറിയാം ചാമ്പ്യൻസ് ലീഗിലെ പുതിയ വാർത്തകളും വിശേഷങ്ങളും. ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആവേശപ്പോര് വമ്പന്മാർ തമ്മിലായിരുന്നു. ലാലിഗയിലെ ടോപ്പർമാരായ ബാഴ്സലോണയെ നേരിടാനിറങ്ങിയത് UCL നിലവിലെ ജേതാക്കളായ പാരീസ് സെന്റ് ജെർമെയിൻ. കാറ്റലോണിയക്കാരെ അവരുടെ തട്ടകത്തിൽ കയറി തകർത്ത് PSG വീണ്ടും തങ്ങളുടെ വീര്യം പുറത്തെടുത്തു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഫ്രഞ്ച് വമ്പന്മാരുടെ വിജയം. 19-ാം മിനിറ്റിൽ ഫെറാൻ ടോറസിലൂടെ ബാഴ്സയാണ് ആദ്യം മുന്നിലെത്തുന്നത്. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് 38-ാം മിനിറ്റിൽ PSG സമനില പിടിച്ചു. ന്യൂനോ മെൻഡസിന്റെ പാസിൽ 19-കാരനായ സെനി മയൂലുവാണ് PSGയെ ഒപ്പം എത്തിച്ചത്. രണ്ടാം പകുതിയിൽ ലീഡിനായി പൊരുതി കളിച്ച ഇരു ടീമുകളും ഗോളവസരങ്ങൾ ഏറെ സൃഷ്ടിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്തുന്നത് അന്തിമ വിസലിന് തൊട്ടു മുമ്പാണ്. 90-ാം മിനിറ്റിൽ PSG പ്രതിരോധ താരം അഷ്റഫ് ഹക്കീമി നൽകിയ ഒന്നാം തരം ക്രോസ് സ്വീകരിച്ച് റാമോസ് പിഴവുകളില്ലാതെ വലയിലാക്കി. കളിയുടെ ആദ്യ സമയത്ത് ബാഴ്സയുടെ യുവതാരം ലമീൻ യമാൽ പുറത്തെടുത്ത മുന്നേറ്റം കാണികൾക്ക് സമ്മാനിച്ചത് അസാമാന്യ കളിയായിരുന്നു. പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരും പട്ടികയിൽ 1-ാം സ്ഥാനക്കാരുമായ ലിവർപൂളിന് UCL 2-ാം മത്സരത്തിൽ അടിതെറ്റി. തുർക്കിയ ക്ലബായ ഗാലറ്റ് ആണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ചെമ്പടയെ തകർത്തെറിഞ്ഞത്. ഇസ്താംബൂളിൽ നടന്ന കളിയിലെ ആദ്യ പകുതിയിൽ നേടിയ പെനാൽറ്റി ഗോളിനായിരുന്നു ആതിഥേയരുടെ അപ്രതീക്ഷിത വിജയം. 16-ാം മിനിറ്റിൽ ലഭിച്ച അവസരം വിക്ടർ ഓസിംഹാൻ ഗോളാക്കി മാറ്റുകയായിരുന്നു. ശേഷിച്ച സമയം പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ ഗാലറ്റ് ലിവർപൂളിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ പിടിച്ചു നിന്നതോടെ സ്ലോട്ടിന്റെ പടയാളികൾക്ക് പരാജയം രുചിക്കേണ്ടി വന്നു. മറ്റൊരു മത്സരത്തിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ ഫ്രഞ്ച് ക്ലബായ മൊണോക്കോ സമനിലയിൽ കുരുക്കി. ഇരട്ട ഗോൾ നേടി എർലിംഗ് ഹാലൻഡ് പതിവ് പോലെ തകർപ്പൻ പ്രകടനം പുറത്തെടുത്തെങ്കിലും മൊണോക്കോ സ്വന്തം തട്ടകത്തിൽ സമനില പിടിച്ചു വാങ്ങുകയായിരുന്നു. കസാഖിസ്ഥാൻ ക്ലബായ കൈറാറ്റിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത റയൽ മാഡ്രിഡിന്റേത് തകർപ്പൻ ജയമായിരുന്നു. ഹാട്രിക്കുമായി കളം നിറഞ്ഞ സൂപ്പർ താരം കിലിയൻ എംബാപ്പയാണ് മാഡ്രിഡിന് വമ്പൻ ജയം സമ്മാനിച്ചത്. ഇതോടെ ചാമ്പ്യൻസ് ലീഗിലെ എംബാപ്പയുടെ 4ാം ഹാട്രിക്കിനും കാൽപന്ത് ലോകം സാക്ഷിയായി. ലീഗിലെ മറ്റൊരു മത്സരത്തിൽ ആഴ്സണൽ ഒളിമ്പ്യക്കോസിനെ എതിരില്ലാത്ത 2 ഗോളിന് കീഴടക്കി. 12-ാം മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയും 92-ാം മിനിറ്റിൽ ബുക്കായോ സാക്കയുമാണ് ഗോൾ നേടിയത്. ബറൂസിയ ഡോർട്ട്മുണ്ട് അത്ലറ്റിക് ക്ലബിനെ 1-നെതിരെ 4 ഗോളിന് തകർത്തു വിട്ടു. മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ലിസ്ബണിനെ 2-1 കീഴടക്കി നാപ്പോളി സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയപ്പോൾ ലെവർകൂസൻ PSV മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു.